സോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഓണം പ്രമാണിച്ചാണ് വരുന്നത്. സത്യം പറയുകയാണെങ്കിൽ അവരിവിടെ വരേണ്ട സമയം കഴിഞ്ഞു. 7 മണിയൊക്കെ ആകുമ്പോഴാണ് എത്തേണ്ടത്. പക്ഷെ ഇപ്പോൾ ഒരു 8:30 മണി കഴിഞ്ഞിട്ടുണ്ട്. ട്രെയിൻ ഡിലേ ആണെന്ന് തോന്നുന്നു കേട്ടോ. അവർ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. സോ അവരും നമ്മളും എല്ലാവരും കൂടെ ഉള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ സമയം കളയാതെ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. പതുക്കെ ഇറങ്ങട്ടെ. ഇത് ഇങ്ങോട്ടല്ല, പുറത്തോട്ടാണ് തുറക്കാൻ. എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ? എന്താ ലേറ്റ് ആയത്? ലേറ്റ് ആയ കാര്യം പറ. സ്പെഷ്യൽ ട്രെയിൻ ആയോണ്ടേ മറ്റു ട്രെയിനുകൾ പോകാൻ വേണ്ടിട്ട് അപ്പോഴപ്പോഴേക്കും സ്റ്റോപ്പ് ചെയ്തിട്ടേക്കും. എന്നാലും ഇത് വല്ലാണ്ട് ഭയങ്കര ലേറ്റ് ആയിപ്പോയി. ഇതിനും ലേറ്റ് ആവുമായിരുന്നു. നല്ല ലേറ്റ് ആയിപ്പോയി. നിങ്ങൾ 6:58 എന്തോ ഇവിടെ എത്തേണ്ടാണ്. ഇപ്പൊ 9 മണി കഴിഞ്ഞില്ലേ? പക്ഷെ എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? സീറ്റൊക്കെ കറക്റ്റ് അല്ലായിരുന്നോ? സീറ്റ് മക്കളെ ഒരങ്കിള് മാറി തന്നത് കൊണ്ട് അമ്മ രക്ഷപ്പെട്ടു. അമ്മ വീട്ടിൽ കിടക്കിയാണ്. എന്തോന്നൊക്കെ അമ്മ കരിവാട് സദ്യ വയ്ക്കാനുള്ള എല്ലാം ഉണ്ടല്ലേ. ഇത് മുളകും മഞ്ഞപ്പൊടി, വെളിച്ചെണ്ണ, അട, അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ, കൊറേ പാത്രങ്ങള്. ഒരു പാത്രക്കടയായിട്ട് എൻ്റെ അമ്മ വന്നിരിക്കുന്നു. എന്താണമ്മ? മക്കൾക്ക് ഓണക്കോടി അമ്മ വേറെ കൊള്ളാം, ഇഷ്ടപ്പെട്ട എല്ലാം അടിപൊളി. ഇല്ല, ഇത് മോണ്ട് ഉണ്ട്. കൊണ്ടൊന്ന് വച്ച് എങ്ങനെയുണ്ടോ പപ്പ? കൊള്ളാം. പക്ഷേ എനിക്ക് ശകല എരിയുടെ കുറവുണ്ട്. നിങ്ങൾക്കെന്താ എരി കറക്റ്റാണ്. ഇവിടെ എനിക്കത് ഇഷ്ടപ്പെട്ടു. അടിപൊളി മോളെ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീനാണ് കേട്ടോ ആവോലി എന്ന് പറയുന്നത്. അത് കറക്റ്റായിട്ട് അമ്മ നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കും കുറച്ച് പീസ് കൊണ്ടുവന്നിട്ടുണ്ടായി. അതിലിതാ ഞാൻ 3 എടുത്ത് വറുക്കാൻ വെക്കണം കേട്ടോ, എനിക്കും ചേട്ടനും വേണ്ടിയിട്ട്. കാരണം ഞങ്ങൾക്ക് എരിവ് കുറച്ച് മതി, അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ പുരട്ടി മാറ്റി വെക്കുവാണ്. എന്തോ ഇത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ചോറ് തിന്നാൻ ഭയങ്കര വെപ്രാളമായിരുന്നു. കാരണം ഇവിടെ ബാംഗ്ലൂർ ഇത് കിട്ടില്ല എന്നല്ല, പക്ഷെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി കിട്ടിയാൽ തന്നെ നല്ല റേറ്റുമാണ് കേട്ടോ. അതുകൊണ്ട് ഇത് കിട്ടിയ പാടെ ഞാൻ എനിക്കിഷ്ടമുള്ള വലിപ്പമുള്ള 3 പീസ് എടുത്തിട്ട് ഇങ്ങനെ കുറച്ച് മുളക് പൊടി എടുക്കുന്നുള്ളൂ. കാരണം ഇതെന്ന് പറഞ്ഞാൽ കാശ്മീരി മുളകാണ്, അതാണ് ഈ കളറ്. പക്ഷേ എരിവ് ഞങ്ങൾക്ക് വളരെ കുറച്ച് മതി. അപ്പം അതൊക്കെ ഒന്നെടുത്ത് പുരട്ടി മാറ്റി വെക്കുകയാണേ വറുക്കാനായിട്ട്. ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ ലഞ്ച് എന്ന് പറയുന്നത്. ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല. ചോറുണ്ട്, സാമ്പാറുണ്ട്, പിന്നെ അമ്മ നാട്ടിൽ നിന്ന് ഒരു അടിപൊളി ആവോലി മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിട്ടോ. ഒരെണ്ണമല്ല, കുറച്ചധികം ഉണ്ടായിരുന്നു. അതിലൊരെണ്ണം എടുത്ത് ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായി. പിന്നെ എന്താണ് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ചോറിനൂടെ കഴിക്കാൻ എപ്പോഴും കേട് ആവശ്യമുണ്ടല്ലോ, അങ്ങനെ കുറച്ച് തൈരും കൂടെ എടുത്തിട്ടുണ്ടായിട്ടോ. അപ്പം ഇതായിരുന്നു ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. എടുക്കമ്മ എല്ലാവർക്കും ചോറും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും സാമ്പാറും പിന്നെ മീൻ എവിടെ? ആവോലി മീനും. അടിപൊളി. ഇത് വൈകിട്ടാണെന്ന് ആരെങ്കിലും പറയോ? തണുക്കണ. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞാനും അമ്മയും ഒന്ന് ജസ്റ്റ് കിടക്കാൻ പോയത് മാത്രമേ സത്യം പറഞ്ഞാൽ ഓർമ്മയുള്ളൂ കേട്ടോ. കാരണം അടിപൊളി തണുപ്പും മഴയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സുഖ ഉറക്കം അങ്ങ് പാസ്സാക്കി. അതിനുശേഷം എണീറ്റപ്പോഴത്തേക്കും വൈകിട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വെപ്രാളമായിരുന്നു കേട്ടോ. കാരണം വിളക്കൊരുക്കണമല്ലോ. പിന്നെ ഓടിച്ചെന്ന് ഫ്രഷൊക്കെ ആയതിനു ശേഷം വിളക്ക് കത്തിക്കുവാണേ. വിളക്കൊക്കെ ഒന്ന് തേച്ചു മിനുക്കി കത്തിക്കുവാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ എൻ്റെ ഒരു സ്ഥിരം ശീലമായിട്ട് മാറിയിട്ടുണ്ട് വിളക്ക് കത്തിക്കുക എന്നുള്ളത്. കാരണം ഇതിലൂടെ സത്യം പറഞ്ഞാൽ നല്ലൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടും കേട്ടോ. ഭയങ്കര ഒരു ഉഷാറ് കിട്ടും. അങ്ങനെ കുറച്ചു നേരം നാമമൊക്കെ ജപിച്ചതിന് ശേഷം ഇനിയിപ്പോൾ രാത്രിയിലത്തെ പരിപാടി നോക്കണം. രാത്രി എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യണം. അപ്പോൾ അതൊന്ന് കാണാം.
അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ എൻ്റെ ഡിന്നർ എന്ന് പറയുന്നത്. ഇത് ഈ റൊട്ടി സംഭവം നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതാണ്, എന്തോ ആണ് എൻ്റെ പേര്, പക്ഷേ നമ്മുടെ വീറ്റ് ഫ്ലോർ വെച്ച് ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഇത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള മസാല ഷവായി. അങ്ങനെ ഇതായിരുന്നു ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ നമ്മളിതാ ഡിന്നറും കാര്യങ്ങളും ഒക്കെ കഴിച്ചു. എല്ലാവരും ഇനിയിപ്പം ഉറങ്ങാനുള്ള ഒരു തന്ത്രപ്പാടിലൊക്കെയാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. അതും വീട്ടിൽ നിന്ന് എല്ലാവരും അച്ഛനും അമ്മയൊക്കെ വന്നപ്പോഴുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഒരു അടിപൊളി ഒരു ദിവസമായിരുന്നു കേട്ടോ. ഓണത്തിന് മുമ്പുള്ള ഒരു അടിപൊളി ഒരു ദിവസമായിരുന്നു. നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അപ്പോൾ അതുവരെ ടാറ്റാ ബൈ ബൈ, സീ യു, ടേക്ക് കെയർ, ബൈ.